ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ ഞാൻ തന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇന്ന് വന്നിട്ട് ചൊവ്വാഴ്ചയുടെ വ്ളോഗ് കേട്ടോ. ഇപ്പോൾ സമയം വന്നിട്ട് 8:15 ആയിട്ടുണ്ട്. അപ്പോൾ നിയാസ്ക റെഡിയായിട്ട് പണിക്ക് പോയി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി കഴിഞ്ഞു. പിന്നെ എൻ്റെ കുളി കഴിഞ്ഞ് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നിയാസ്ക കൊണ്ടുവന്നിട്ട് കിച്ചണിൽ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. നല്ല മഴയുണ്ട് ഇവിടെ. എന്താ പറയുക, നിൽക്കാത്ത മഴ എന്ന് പറയില്ലേ, അങ്ങനെ മഴ പെയ്തുകൊണ്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് ഇവിടെ പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 ദിവസം വ്ളോഗൊന്നും ഇടാത്തത്. പിന്നെ നല്ല തണുപ്പും നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വ്ളോഗൊന്നും ഇടാത്തത്. മടി സ്ത്രീകൾക്ക് നല്ലതേ അല്ല, പക്ഷേ എനിക്കത് കുറച്ച് കൂടുതലാണ് കേട്ടോ ചില സമയം. എന്ന് വെച്ചാൽ ഈ തണുപ്പിനെല്ലാം എന്താ പറയുക, ഞാൻ കൂടുതൽ ഈ ഒരു ടൈമും കൂടി ആയതുകൊണ്ട് ബെഡ്റൂമിൽ തന്നെ കൂടുതലായിട്ട് ബേബിൻ്റെ കൂടെ കഴിയാൻ വേണ്ടി നോക്കും കേട്ടോ. അപ്പം മടി നല്ലതല്ല. അപ്പോൾ ഇന്ന് മടിച്ചിട്ടൊന്നുമില്ല. ഇന്ന് രാവിലെ 7:20 ആകുമ്പോഴത്തേക്കും എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചു. ഞാൻ മുടിയെല്ലാം അവിടെ ഇങ്ങനെ എന്താ പറയുക, ബോൾ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. മുടിയൊന്നും ഉണക്കിയിട്ടില്ല. മുടിയെല്ലാം ഉണക്കി കഴിയുമ്പോഴത്തേക്ക് മോൾ എണീക്കും കേട്ടോ. അപ്പോൾ പിന്നെ വ്ളോഗ് നഷ്ടപ്പെട്ടു പോകും, പിന്നെ വ്ളോഗ് എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ ഈ ഒരു പാത്ര സ്റ്റാൻഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കിച്ചണെല്ലാം ചെറിയ രീതിയിൽ മേക്ക് ഓവർ ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് എത്തി കിച്ചണിൽ. അപ്പോൾ ഇനിയും കുറച്ച് എന്തൊക്കെയോ ചെയ്യണമെന്നെല്ലാം. പക്ഷേ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കും, നമ്മൾ സ്വന്തം വീടല്ലല്ലോ, മറ്റുള്ളവരെ വീട്ടിൽ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം കൂടി ഏറ്റിയിട്ട് പോകണ്ടേന്നൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് സ്വന്തം വീടാവുന്നത് വരെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെടുകയേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഷിഫ്റ്റ് ആക്കിയിട്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ 10-11 വർഷം കഴിഞ്ഞു, ഇതുവരെ ഷിഫ്റ്റൊന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് വീടെല്ലാം കെട്ടി മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇവിടുന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഞാൻ മുമ്പത്തെ വ്ളോഗിലും കൂടി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണക്കാക്കിയിട്ട് പ്രാർത്ഥിക്കാം. എനിക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പാത്രമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് എന്ത് തന്നെ കിട്ടിയാലും മതിയാവില്ല അല്ലേ, പ്രത്യേകിച്ച് ലേഡീസിന് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതി നമ്മൾ എന്നും നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റുക. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം ഞാൻ ആ ഒരു സൈഡിലുള്ള ഗ്രീൻ കളർ സ്റ്റാൻഡിലാണ് എല്ലാ പാത്രങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അവസ്ഥകൾ കണ്ട എല്ലാം നിറച്ച് കഴിഞ്ഞ് ഇനിയും പാത്രങ്ങൾ കുറേ ബാക്കിയുണ്ട് കേട്ടോ. എവിടെ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ നിയാസ്ക പറഞ്ഞ് ഈ സ്റ്റാൻഡ് ഒരെണ്ണം കൂടി മേടിക്കണം, 2 ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനായിട്ട് വെക്കാം. അപ്പോൾ നിയാസ്ക പറയാം, നിനക്ക് ആശകൾ തീരുവേ ഇല്ലല്ലോ, കൂടുതലാണ് ആശ. ശരിക്കും അങ്ങനെ തന്നെ ലേഡീസിനുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ ഇത് ഇല്ലാത്ത ദിവസം ഞാൻ ഇത്രയും പാത്രങ്ങൾ ഇത്ര ദിവസം എവിടെയാണ് വെച്ചുകൊണ്ടുണ്ടായിരുന്നത്, അത് ഞാൻ ചിന്തിക്കില്ല കേട്ടോ. ഇനിയൊന്നും കൂടി വേണമെന്നുള്ള ചിന്തയാണ്. അപ്പോൾ നമുക്ക് എന്നും അതിയായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനും കൂടി നിങ്ങൾക്കൊരു ടിപ്സ് തരികയാണത്. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ആഗ്രഹമാണ് ഇങ്ങനത്തെ എല്ലാ വസ്തുക്കളോട് എന്തും. അപ്പോൾ നമ്മൾ ഇല്ലാതിരിക്കുമ്പോൾ കഴിഞ്ഞത് ഞാൻ ചിന്തിക്കൂല. പിന്നെ അത് വന്നതിന് ശേഷം അതുപോലത്തെ ഇനിയൊരെണ്ണം കൂടി വേണമെന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഡ്രസ്സ് മേടിച്ചത് ഇതിൽ കാണിക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി വൈറ്റ് കളർ ഡ്രസ്സാട്ടോ. സെയിം അതേ കളറിൽ അക്കോബ മെറ്റീരിയലിൽ എൻ്റെ അടുത്തൊരു ഡ്രസ്സ് ഉണ്ട്. അതിലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഡ്രസ്സും വൈറ്റ് കളർ. നിങ്ങൾ നോക്കിയാൽ പ്രീവിയസ് വീഡിയോ, എൻ്റെ പ്രഗ്നൻസി വീഡിയോയിൽ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോയിൽ കണ്ടാൽ അറിയും. വൈറ്റ് കളർ അക്കോബൻ്റെ കുർത്ത സെയിം അതേ കളറാണ്. ഒരു ഫുൾ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഒരു ക്രീമി ഷെയ്ഡിലേക്ക് പോയിട്ടില്ല, നല്ല രസമുണ്ട്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 2000 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ മൂത്ത മോനോട് പറഞ്ഞു ഇങ്ങനെ ഒരു നല്ല ഡ്രസ്സ് ഉണ്ടെന്ന്. മൂത്ത മോന് പെട്ടെന്ന് മേടിച്ചു തന്നെ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാത്റൂമിൽ നിന്ന് കുളിച്ച് വരുമ്പോൾ മാക്സി ഇടില്ല, എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല. എന്നാലും ഞാൻ മാക്സി ഇട്ടിട്ട് വരും. മാക്സി ഇട്ട് വന്നിട്ട് പിന്നെ അപ്പോൾ ഏതായാലും പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാനുണ്ടായില്ല, അതെല്ലാം എടുത്ത് വെച്ച് വന്നിട്ടാണ് ഞാൻ പിന്നെ നോർമൽ ഡ്രസ്സ് ഇട്ടത് കേട്ടോ. എനിക്ക് ഏറ്റവും കംഫർട്ടബിളാണ് മാക്സി അല്ലാത്ത ഡ്രസ്സ്. ഒന്നോ സ്കേർട്ട് അല്ലെങ്കിൽ ഇതേപോലെ പലാസോ, ഒരു മുകളിൽ എന്തെങ്കിലും അപ്പർ ഇങ്ങനെ പുലോറിൻ്റെ ടൈപ്പ് ഇടുക. അപ്പോൾ ഇവിടെ ഒരു തമാശ ഉണ്ട്, എൻ്റെ മടിൻ്റെ
ഏഴാം ഘട്ടം ഞാനിവിടെ കാണിച്ചിരുന്നത്. ഈ ഒരു നമ്മൾ ഇതിന് കവർ ഇട്ടിട്ടില്ല, ആ കവർ ഞാൻ തിരിച്ചാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മാലമാലയായിട്ട് വരും, അത് അങ്ങോട്ട് ഉള്ളോട്ട് സൈഡിലേക്ക് പോയിട്ടുണ്ട്, ബാക്ക് സൈഡിലേക്ക്. അത് തിരിച്ചിടാൻ വരെ എനിക്ക് മടിയാവുന്നുണ്ട് ഇന്ന്. ഞാൻ പറഞ്ഞില്ലേ മഴ എന്നെ ഭയങ്കര മടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു തണുപ്പും പിന്നെ രാവിലെ തന്നെ എണ്ണ തേച്ചുള്ള കുളിയെല്ലാം ആകുമ്പോൾ നല്ല ഉറക്കം വരും കേട്ടോ. പിന്നെ കൂടുതൽ പണിയെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഉദ്ദേശിച്ച് പണിയെടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുമാവ് എണീക്കും. പിന്നെ ഞാൻ മൊത്തം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇതാ അവൾ എണീച്ച് ഞാൻ കൊണ്ടുവന്നിട്ടായി. പിന്നെ ഫസ്റ്റ് എൻ്റെ വീട്ടിൽ ഫുള്ള് ഇതുപോലത്തെ പ്ലാന്റ്സ് ആയിരുന്നു, ബാക്കിൽ കാണുന്നുണ്ടല്ലേ അതുപോലെ ഫുള്ള് ചെടികളായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുവാവെല്ലാം വന്നത് പ്രമാണിച്ച് ഞാനതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുക ഈ മണി പ്ലാന്റ്സ് എല്ലാം. അതും ഒരു തരം മണി പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ബാക്കിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുവാവെല്ലാം ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും കൊതുകൾ വന്നിട്ട് മുട്ട ഇട്ടിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ആയാൽ ബുദ്ധിമുട്ടാണ്, കൊതുകൾ കൂടുതലാവുമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ എന്താ പറയുക പുറത്തേക്ക് കളഞ്ഞ്. പിന്നെയും മിനിഞ്ഞാന്ന് കുറച്ച് ചെടികളെല്ലാം കൊണ്ടുവന്ന് ഞാൻ ഉള്ളിലേക്ക് വെച്ചതാട്ടാ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ പച്ചപ്പ് കാണാൻ. ഈ ഒരു സംഭവം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടാ. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ കുറേ കഴിഞ്ഞ ആഴ്ച തന്നെ തരണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് വാനിക്ക് 1.5 മന്ത് ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ച ഒരു ടോയ് ആട്ടോ. ശരിക്കും വെരി യൂസ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ടോയ് നിൽക്കുന്നില്ല, അതിൻ്റെ അടിയിലൊരു ഷീറ്റ് ഉണ്ട്, അത് ഞാൻ ഇന്നലെ വാഷ് ചെയ്തിട്ടത് കേട്ടോ. കാരണം കുറേ ദിവസമായല്ലേ കുഞ്ഞുമാവ കളിക്കുന്നത്. അതൊരു റെക്സിൻ ഷീറ്റാണ്. പിന്നെ മൂത്രം എന്തെങ്കിലും ഒഴിച്ചാൽ ബെഡിലേക്കൊന്നും ആവില്ല. പ്ലസ് ഞാൻ എന്നും എനി ടൈം വാനിയൊക്കെ ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ടും ഒരു ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ആക്കാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതുവരെ വാനിയൊക്കെ അങ്ങനെ റാഷസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം ഡയപ്പർ ഞാൻ വാനിയൊക്കെ കുറച്ച് സമയം മാത്രം ഒരു എയർ സർക്കുലേഷന് വേണ്ടി മാത്രം ഞാൻ ഡയപ്പർ റിമൂവ് ചെയ്യാറുണ്ട്. നൈറ്റ് ഞാൻ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രം കേട്ടോ. നൈറ്റ് അവൾ ഉറങ്ങുന്ന സമയത്തൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം അശ്രദ്ധ മൂലം നമ്മളെ ബെഡൊന്നും പാലാവാൻ പാടില്ലല്ലോ. പിന്നെ ബെഡ്ഷീറ്റും ഇപ്പോൾ ഈ മഴയുള്ള കാരണം എത്ര നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് ഡ്രൈ ആക്കിയാലും ഒരു പക്ഷേ അതെല്ലാം ഒരു സ്മെല്ല് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഡയപ്പർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൈം ഞാനും മോളും കളിക്കുന്ന ടൈമാട്ടോ. ഓൾ എണിച്ച പാട് ഞാനും ഓൾ ഒരുപാട് കൊഞ്ചിക്കളിയെല്ലാം ഉണ്ട്. അപ്പോൾ ഓളെ കാലെല്ലാം ഇങ്ങനെ ഞാൻ വായിലേക്ക് ഇങ്ങനെ വെച്ച് ശീലിപ്പിച്ചുകൊണ്ട് ഓൾ എണിച്ച പാട് അതിങ്ങനെ കറക്റ്റ് വായിലേക്ക് ഇങ്ങനെ വെച്ച് തരും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ കുറേ പാട്ടെല്ലാം പാടി. എന്താ പറയുക, നമ്മൾ 2 പേര് ഒരു വാല്യുവബിൾ ടൈം എന്ന് പറയില്ലേ. അപ്പോൾ രാവിലെ എണിച്ച പാടാണ് അത് കേട്ടോ. അവൾക്ക് നല്ല ഉറങ്ങിക്കഴിഞ്ഞപാട് ഫ്രഷ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ കാണണം, ഫസ്റ്റ് എന്നെ കാണണം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുഞ്ഞുമാവകൾ എണീച്ചാൽ അവരെ കരയിപ്പിക്കാതിരിക്കുക. കാരണം കുറേ അമ്മമാരെന്താക്കുന്ന കുഞ്ഞുമാവ എണീച്ച് കരഞ്ഞ് അലങ്കോല ആക്കിയിട്ടേ പിന്നെ അവരെ എടുക്കാൻ പോവുള്ളൂ. അപ്പോൾ അന്നത്തെ ആ ദിവസം മൊത്തം അവർ അതേപോലെ തന്നെ ആയിരിക്കട്ടെ, കരഞ്ഞിട്ട് അങ്ങ് ഒരു ദിവസം മുഴുവനും കളയും. അത് ചെയ്യാതിരിക്കുക. നമ്മൾ കുഞ്ഞുമാവ ഒന്ന് ഈ എണീക്കണ സംഭവം എണിച്ച പാടന്നെ അവർ കരയാൻ നോക്കില്ല. ഒന്നിങ്ങനെ നിരങ്ങി കണ്ണ് എല്ലാം തുറന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മൾ കുഞ്ഞുമാവനെ കൊഞ്ചിച്ച് കളിപ്പിച്ചെല്ലാം നമ്മൾ എടുക്കാൻ നോക്കുക. അപ്പോൾ അവർ കരയില്ല കേട്ടോ. ഈ കരയിപ്പിച്ചിട്ട് ശീലമാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ വെറും ഒരു കരച്ചിൽ കുട്ടിയായിട്ട് മാറും. അപ്പോൾ നമ്മളതിന് ഒരു വഴി വെച്ച് കൊടുക്കാതിരിക്കുക. അവർ എണീക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോയിട്ട് നല്ലോണം കൊഞ്ചിച്ച് വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ അവരെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ. ഞാൻ അങ്ങനെയാണ് ചെയ്യിപ്പിക്കുകയെങ്കിൽ കുറേ നേരം കരയിപ്പിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഒക്കെ ഫീഡ് ചെയ്ത് കുറേ നേരം ഫീഡ് ചെയ്തിട്ട് ഞാൻ എന്താക്കി ഓളെ ഒരു ടോയ് വെച്ചിട്ട് കിടത്തി. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വന്നിട്ട് ഇഡ്ഡലി പിന്നെ വെള്ളരിക്ക സാമ്പാറാണ് കേട്ടോ. ഈ ഇഡ്ഡലിയുടെ റെസിപ്പി നല്ല സൂപ്പറാണ്. കാരണം ഇതിൽ ഉഴുന്നും നമ്മൾ ഈസ്റ്റും സോഡ അങ്ങനെ ഒന്നും ഇടാത്ത ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ ഉഴുന്നൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇഡ്ഡലി ആവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഉഴുന്നിടാതെയും ഇഡ്ഡലി ചൂടാം. നല്ല അടിപൊളിയാണ്. റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഉഴുന്നില്ലാത്ത പെട്ടെന്ന് ചൂടാൻ പറ്റുന്ന ഇഡ്ഡലിയാണ്. പിന്നെ അസിഡിറ്റി പ്രോബ്ലമിലുള്ളവർക്ക് നല്ലതാണ്. ഇഡ്ഡലി തിന്നണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ് ഈ ഒരു സംഭവം. അങ്ങനെ ഓളെ ഞാൻ ഫുള്ള് ഫീഡ് ചെയ്ത് ഈ ഒരു ടോയിലേക്ക് കിടത്തിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക കേട്ടോ. വോയിസ് നടുക്ക് വെച്ചിട്ട് കട്ടാകുന്നുണ്ട്, അതാ ചിലപ്പോൾ റിപ്പീറ്റ് വന്നിട്ടുണ്ടാവും, ക്ഷമിക്കണം. കാരണം ഇവിടെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ, മോന് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയാണ് വോയിസ് ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നത്. അപ്പോൾ നിയാൽ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. മൂത്ത മോനില്ല, നിയാസ്കിയും പോയി. വെള്ളം ഈ പവർ ഇല്ലാത്തതുകൊണ്ട് വിടുന്നത് ലേറ്റാണ്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ.
പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണുമല്ലോ, അപ്പോൾ റിംഗ് ലൈറ്റ് ഓൺ ആക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ സ്വിച്ചെല്ലാം ഇട്ടിട്ട് വരികയാണ്. അതാണ് കുറച്ചുകൂടെ ഷോ കാണിക്കുന്നത് കേട്ടോ, പട്ടി ഷോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോയിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോയാണ്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് വേണമെങ്കിൽ പോയി കണ്ട് നോക്ക്. നല്ല അടിപൊളി ടോയാണ്. കുട്ടികൾക്ക് 1.5 മന്തിൽ അവർ ഏകദേശം 1 മന്ത് ഫുള്ളായാൽ തന്നെ ഈ ടോയ് കൊടുക്കുക കേട്ടോ. പിന്നെ റാറ്റിൽ ഒരു 2-3 മേടിച്ച്, റാറ്റൽ എന്ന് വെച്ചാൽ കിലുക്കാൻ പെട്ടി ഇത് 2-3 മേടിച്ചിട്ടുണ്ട്. അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അത് ഭയങ്കര സൗണ്ടും ആണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുക, അവരും കുറച്ച് മുമ്പോട്ട് ന്യൂ ജനറേഷൻ ആണല്ലോ, ഓൾഡ് അല്ലല്ലോ. അപ്പോൾ അതിൽ കളിക്കൂലെന്ന് ചോദിച്ചാൽ കളിക്കും, പക്ഷേ അതിലും കൂടുതലാണ് ഈ ഒരു ഇതിൽ കളിക്കുന്നത് കേട്ടോ. ഇതിൽ കുറേ ഇങ്ങനെ ടെഡി ബേഴ്സിൻ്റെ ഒരു കീ പഞ്ച് പോലെ കുറേ എണ്ണം തൂങ്ങുന്നുണ്ട്, ഒരു മിറർ തൂങ്ങുന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ സ്വിച്ചസ് കാണിക്കുന്നുണ്ടല്ലോ, അത് ഓരോരോ തരം മ്യൂസിക്കാണ്, അതിന് ബാറ്ററി ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുവാവ അതിന് ചവിട്ടും, അതായത് ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ നല്ല വെളിച്ചം അടിക്കുന്നുണ്ട്. ആ ഒരു 4 സ്വിച്ചിലേക്ക് കുഞ്ഞുവാവ കാലിട്ടിട്ട് ചവിട്ടും കേട്ടോ. ആ ചവിട്ടുന്ന സമയത്ത് മ്യൂസിക് പ്ലേ ആകും. അപ്പോൾ മ്യൂസിക് പ്ലേ ആയിട്ട് പിന്നെ അവിടെ തൂങ്ങുന്ന ആ ഒരു ടോയ്സ് എല്ലാം നോക്കി, പിന്നെ ഒരു റെയിൻബോ പോലെയുള്ള ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ കളിക്കും. പക്ഷേ നമ്മളെ കുഞ്ഞുവാവ കുറേ സമയമൊന്നും കളിക്കില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ഷീറ്റ് ഞാൻ അലക്കി കൊണ്ടുവന്നത്, മുകളിൽ വെച്ചത് താഴെ വീണ് പോയതാട്ടോ. ഇതിനെ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഹോൾ കാണുന്നുണ്ടല്ലോ, അവിടത്തേക്ക് ഫിക്സ് ആക്കിയിട്ട് വെക്കലാണ്. അപ്പോൾ റെക്സിൻ്റെ ഷീറ്റാണ് കേട്ടോ. ആ സ്വിച്ചെല്ലാം കാണുന്നില്ല, അതിലെല്ലാം ഓരോരോ തരം മ്യൂസിക് ഉണ്ട്, ബാറ്ററി ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് ഇത്. ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1850 സംതിങ് ആണ്. ഇപ്പോൾ ഓഫറിൽ പോയിക്കൊണ്ടുണ്ട്. 1850 അല്ല 2000 സംതിങ് ആണ് ഇപ്പോൾ ഓഫറിൽ പോയിക്കൊണ്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ, നല്ലുണ്ട് ഇത്. മേടിച്ചാൽ നിങ്ങൾക്ക് യൂസ് ആവുമെന്ന് ഞാൻ പറയണത്. കുട്ടികൾ കുറച്ച് നേരമല്ല അതിൽ ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. കുറേ കളേഴ്സിലുള്ളതുകൊണ്ട് പ്ലസ് മ്യൂസിക് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് വാനിയ കരയാൻ തുടങ്ങി. പിന്നെ വാനിയനെ എടുത്ത് ഞാൻ ഇപ്പം നമ്മൾ ഡാൻസും പാട്ടും കൂത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. കുറേ സമയം ഞാനും ഓളുമായിട്ട് നല്ല അടിപൊളി ടൈമിംഗ് ആണ്. ഈ ഒരു സമയത്ത് ഓൾ എണീച്ച് ഒന്ന് ഫീഡ് ചെയ്ത് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൾ ഈ ഒരു കളിക്ക് വേണ്ടിയിട്ട് വെറുതെ നാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ഓളും കുറേ ഡാൻസൊക്കെ കളിച്ച് അപ്പോഴത്തേക്ക് പിന്നെ ഓൾക്ക് പിന്നെയും ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒരു 10:30 മണി വരെ ഓൾ ഉറങ്ങും. അപ്പോൾ നെക്സ്റ്റ് ഫീഡ് ചെയ്തിട്ട് ഓളെ നന്നായിട്ടൊന്ന് ഉറക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾക്ക് പോകും, അതായത് ഒക്കെ കുളിക്കാൻ വെള്ളം അങ്ങനെയൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നാളെ കാണാം.